ബിരുദം പൈസ എന്ന ബിരുദാണ്. ഇന്ന് പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രസന്റിൽ ഇപ്പൊ പള്ളിയിലുണ്ട്. ഇതൊക്കെ ലീവിന്റെ ദിവസമാണ് ഇന്ന്. അപ്പൊ അങ്ങനെയാണ് ഈ ലീവിന്റെ ദിവസത്തിലുള്ള പരിപാടികളാണ് ഇപ്പൊ ഇത്. അപ്പൊ ഇതിലെത്തിപ്പെട്ട ഞാൻ അവസാനം പറയാം. അപ്പൊ നമ്മള് അജു താത്ത വിളിച്ചെത്തിയ മയക്ക് വന്നതാണ്. അപ്പൊ എന്താണെന്ന് പലർക്കും അറിയില്ല. ഈ പരിപാടി എന്താണെന്നാണ് പറയാന്ന്. നമ്മള് വിഷയത്തിൽ കടക്കാന്ന് വെച്ചാൽ ഇവിടെ കാണും. എന്താണ് ഗെറ്റ് വേ സക്സസ്, GTS എന്ന് പറയും. അതായത് വിജയത്തിലേക്കുള്ള രാജപാത എന്നുള്ളത്, അതായത് വിജയത്തിലേക്കുള്ള വഴി എന്നുള്ളതാണ്. അപ്പൊ വിജയിക്കാനുള്ള പല വഴികളുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടുതൽ പല ജോലിയാണ്. ഒന്നിലിപ്പോ ഞാൻ പള്ളിയിലാണ്, ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നസറാക്ക ബിസിനസ് ചെയ്യുന്നുണ്ട്, പലരും നിങ്ങളൊക്കെ പെരിയിൽ ഇതുണ്ടാവും, പല പണിയുള്ള ആളുകളുണ്ട്. ഈ പല പണി ആളുകൾ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള 3 സാധനം ഉണ്ട്. 3 സാധനം. ഒന്ന് എന്ത് വേണം? ഹെൽത്ത് വേണം, ആരോഗ്യം വേണം. 2 എന്ത് വേണം? വെൽത്ത് വേണം. വെൽത്ത് പറഞ്ഞാൽ സമ്പത്ത് വേണം, പൈസ വേണം. 3-മത്തെ എന്താ? ഫ്രീഡം വേണം. ഈ ഫ്രീഡം വേണം. ഇപ്പൊ ധാരാളം ആരോഗ്യമുണ്ട്, പൈസ അല്ല കൊടുക്കും. ആരോഗ്യമുണ്ട്, പൈസയുണ്ട്. ഒരു ഭാഗത്ത് കറങ്ങാൻ പറ്റൂല, അങ്ങോട്ടും പറ്റില്ല ഇങ്ങോട്ടില്ല. ഇപ്പൊ ഇന്നൊരു മക്കത്തൊക്കെ പോയി വരണം, ഈജിപ്തിക്ക് പോയി വരണം. ഇതിന്റെ ജോലി കൊണ്ട് പറ്റെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. ഒരു സ്വിറ്റ്സർലാൻഡ് കറങ്ങാൻ പോകണമെങ്കിൽ അവസരമില്ല. ഈ 3 സാധനം നമുക്ക് കയ്യിൽ കിട്ടണം. അതിനാണ് എന്ത് പറയുന്നത്? ഈ 3 ഫ്രീഡം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഈ 3 സാധനം കിട്ടുന്ന ആൾക്കാർ വളരെ കുറച്ചാണ്. ഇത് 3 ഒരുമിച്ച് കൂടി കിട്ടുന്ന വളരെ കുറച്ചാണ്. 90% ആളുകൾക്ക് ഇതില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ 3 സാധനം കിട്ടേണ്ട ഒരു അവസരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ഉള്ളത്? ഒന്നിലിപ്പോ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആളുകൾ വരുമാന മാർഗം ഉണ്ടാക്കാൻ എന്താണ്? ജോലി ചെയ്യും. നിത്യം ജോലി പോയിട്ട് 5 മണിക്കാരാണ്. ഓരോ സമയം ഇത്ര സമയം പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് എത്ര കിട്ടും? ഇത്ര പൈസ കിട്ടും. ഇത്ര പെരീക്ക് എത്ര കിട്ടും? ഇത്ര കിട്ടും. ഇനി രാത്രി ഏറെ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് എത്ര കിട്ടും? കുറച്ച് ഏറെ കിട്ടും. ഇവിടെയൊക്കെ മാനദണ്ഡം എന്താണ്? സമയമാണ്. സമയം അല്ലെങ്കിൽ ഇത് കിട്ടുമോ? ഞാൻ ഇപ്പൊ കുറച്ച് സമയം ചെയ്താൽ അതിനുള്ള പൈസ കിട്ടും, വൈകുന്നേരം വരെ സമയം കിട്ടും, അതിനനുസരിച്ച് കിട്ടും. ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? പൈസ കിട്ടുന്നത്. ഈ ഒരു അവസരത്തിൽ ഇന്നിപ്പോ ഒരു നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, നമ്മള് ദുബായിന്റെ കാര്യമല്ല, ഇന്ത്യത്തെ കണക്ക് പ്രകാരം ഒരു മനുഷ്യന് 8 മണിക്കൂർ നമ്മൾ കാണുണ്ടാവും. 8 മണിക്കൂർ ഒരാൾ ജോലി ചെയ്താൽ എത്ര കിട്ടും? 15,000 to 40,000. ഇന്ത്യ ശമ്പളം അതിൽ പെട്ടതാണ്. നിങ്ങളുടെ പലതും ഉണ്ടാവും. എത്ര? 15,000 to 40,000. എന്നാലോ 16 മണിക്കൂർ. ഇപ്പൊ ഗൾഫിലൊക്കെ എന്താ 12-14 മണിക്കൂറുണ്ട്. ഒരാൾ 14 മണിക്കൂർ ജോലി എത്ര കിട്ടും? 25,000 to 60,000 വരെ കിട്ടും. ഇനി ഒരാൾ ഉറക്കൊഴിച്ച് അങ്ങനെ പണിയെടുക്കുക, ഇല്ല പരിപാടി ഇല്ല, എന്നാലും പറയാ 50,000 രൂപ എത്ര കിട്ടും? 1,00,000 10,000 കുറവ് വരെ ഇന്നത്തെ ഇന്ത്യൻ പൈസ അല്ലെ. ഇപ്പൊ നമ്മൾ മാഷുമാരെടുത്ത് നോക്കിയാലും പോലീസുകാരെടുത്ത് നോക്കിയാലും നമുക്ക് എത്ര കിട്ടുന്നത്? ഇത് ഏറ്റവും ഉയർന്ന ജോലി പറഞ്ഞാൽ അതാണല്ലോ. ഇപ്പൊ മൂല്യമാരുടെ എടുത്ത് നോക്കുകയാണെങ്കിലോ 40ന്റെ അപ്പുറം ഇല്ല. ഹൈ പോസ്റ്റിൽ 40 അല്ലെങ്കിൽ 30. അപ്പൊ അത്രയുള്ള ഇന്ത്യന്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്നുള്ളത്. എന്നാൽ ഇവിടെ ആളുകൾ കാട്ടുന്നത്, നമ്മൾ പറയണത് എന്ത്? ഇതൊക്കെ വർക്കിംഗ് ഹവർ കൂട്ടുക എന്നുള്ളതാണ്. സമയം കൂട്ടുക എന്നുള്ള, വർക്കിംഗ് ഹവർ കൂട്ടുക എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ നമ്മളെ ബിസിനസ്സുമാർ ചെയ്യുന്നത്. ഇവിടെ കാണുന്നു, ഹൗ ഡസ് എ റിച്ച് മാൻ ഏൺ ഇൻകം. എങ്ങനെയാണ് പൈസക്കാര്, നമ്മൾ പറയുന്ന വലിയ പൈസക്കാർ ആരൊക്കെ? യൂസുഫ് അലി, അംബാനി. നമുക്ക് അറിയുന്ന വലിയ വലിയ പുള്ളിയാണ് അംബാനി, ബാബുലി, നാസറാക്കി ഉണ്ടാവും, അള്ളാഹു തൗഫീഖ്. അപ്പൊ യൂസുഫ് അലി അല്ലെങ്കിൽ എന്താണ്, യൂസുഫ് അലി അംബാനി എടുത്തു നോക്കി. ഇപ്പൊ യൂസുഫ് അലിന്റെ ഇനി പോട്ടെ, നമ്മളെ അജു ചെയ്ത നട്സിന്റെ കട, അജിഫാന്റെ മുതലാളിന്റെ പേരെന്താണ്? കുട്ടിക്കാരൻ അഹമ്മദ് കുട്ടിയാക്ക. മൂപ്പര നട്സിന്റെ കടയാണ്. ഏത്? ഈ പറഞ്ഞ അണ്ടിപ്പരിപ്പ് മുന്തിരി ആയിട്ട് 200 ഔട്ട്ലെറ്റിലുണ്ട്. അജുവിന്റെ എത്ര മണിക്കൂർ പണിയുണ്ട്? 12 മണിക്കൂർ. അജുവിന് 12 മണിക്കൂറിന് മൂപ്പര് ഒരു കൃത്യം ഒരു 20,000-30,000 ശമ്പളം കൊടുക്കും. അജുവിന്റെ ഈ 12 മണിക്കൂറിന്റെ ഗുണം ആർക്ക് കിട്ടണേ? അജുവിന് എത്ര മറിച്ച് പണിയെടുത്താലും അജുവിനെ കിട്ടേണ്ട ഈ കറക്റ്റേ കിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് യൂസുഫ് അലി എന്ന വ്യക്തി എന്തുകൊണ്ട് നമ്മളെ പോലെ സാധാരണ വലിച്ചാൻ പറ്റുന്ന ആള്, ശ്വാസം വലിച്ചാനും വിടാനും പറ്റിയ ഒരാളാണ് ആര്? യൂസുഫ് അലി. ആ യൂസുഫ് അലിക്ക് ഇന്ന് 60,000 ആളുകളുണ്ട്. 60,000. എന്റെ അനിയം അവിടെ പെട്ടെന്നാണ്. ഓന്റെ ശമ്പളം എത്ര? 10,000, 20,000. ഈ 60,000 ആളുകൾ നയിച്ച് പണിയെടുത്താലും എന്ത് കിട്ടണേ? വരുമാനം ആർക്കാ? അവിടെ മൂപ്പർ എന്താ കാട്ടിക്കുന്നത്? വർക്കിംഗ് അവർ പൈസ കൊടുത്ത് വാങ്ങിക്കാണ്. നമ്മളെ അജുവിന്റെ നമ്മളെ പൈസ ആര് വാങ്ങിക്കാണ്? മൂപ്പർ പൈസ കൊടുത്തിട്ട് മൂപ്പര വില നിശ്ചയിച്ചിനെ. അജു 12 മണിക്കൂർ പണിയെടുത്ത് എത്ര കിട്ടും? ഇത്ര നാളെ തീരുമാനിച്ചിനെ യൂസുഫ് അലി. എന്നാൽ ഈ ഒരു വർക്കിംഗ് അവർ കൂട്ടുക എന്നുള്ള പരിപാടിയാണ്. അങ്ങനെ ഇപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് കജ്ജോ? എന്നാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളതാണ്. നമ്മൾ
മനസ്സിലാക്കാൻ പോണത്. ഇതിന്റെ പ്രത്യേകത ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലാൻഡ് പറഞ്ഞാൽ എന്താ? സ്ഥലത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ലേബറിന്റെ ആവശ്യമുണ്ടോ? പണിക്കാർ ആവശ്യമുണ്ടോ? ഇല്ല. ക്യാപിറ്റൽ, മൂലധന ആവശ്യമുണ്ടോ? ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ എത്ര വേണം? എത്ര വേണം അസുറാക? ഒരു കോടി അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മള് ഇവിടെ വരുന്നുണ്ട്, ഹൈലൈറ്റ് മാള് വരുന്നുണ്ട് ഇവിടെ വളപുരത്ത്. എത്രയാണ്? 20,000 അല്ല 2,000 കോടിയല്ലേ? ഇവിടെ യൂസുഫ് അലി കൊച്ചിയിൽ ഉണ്ടാക്കിന് എത്ര അറിയണോ? 1,500 കോടിയാണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ്. 1,500 കോടി അന്ന് 10 കൊല്ലം മുന്നേ, 15 കൊല്ലം മുന്നേ ഉണ്ടാക്കിയത്. എന്നാൽ ഇതൊന്നും ആവശ്യമില്ല അറിയുന്നത്. ആവശ്യമില്ല, പറ്റ ആവശ്യമില്ല, ചെറുതായിട്ട് ക്യാപിറ്റൽ ചെറിയൊരു ആവശ്യമുണ്ട്. ഈ ഒരു ചെറിയൊരു ആവശ്യത്തോടു കൂടി നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് പറഞ്ഞാൽ എന്താ നിങ്ങളെ അറിവില്? ഡയറക്റ്റ് പറഞ്ഞാൽ എന്താ? നേരിട്ടുള്ള ബന്ധം. അതിൽ ആരില്ല, ഇടനിലക്കാരോ അതിന്റെ പരസ്യക്കാരോ ആവശ്യമില്ല, നേരിട്ടുള്ള കളിയാണ് ഈ കളി കളിക്കുന്നത്. എന്നാൽ ഈ ഡയറക്റ്റ് സെല്ലിംഗ് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചണം. ഉമ്മ പഠിച്ചപ്പോൾ അപ്പുറത്ത് ആറ് പഠിച്ചണം, പണം പഠിച്ചണം പറഞ്ഞിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് പഠിച്ചപ്പോൾ നമ്മൾ എത്ത് പഠിക്കണം? അല്ലാത്തത് പഠിക്കണം അല്ലെ? ഡയറക്റ്റ് സെല്ലിംഗ് അല്ലാത്തൊരു സാധനമാണ് എന്ത്? ട്രഡീഷണൽ മാർക്കറ്റ്. ഇന്നിപ്പോ നമുക്ക് ഈ ഗ്ലാസ് കിട്ടണമെങ്കിൽ എത്ര പണിയുണ്ട്? ഒറ്റ കിട്ടൂല. ഇത് കിട്ടണമെങ്കിൽ അത് ആരുണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാവും. ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിന് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, അതായത് കേന്ദ്രം, ഇന്ത്യയിലാണ് ഉത്പാദിക്കുക, കേന്ദ്രത്തിൽ ഉണ്ടാവും. പിന്നെ CNF ഉണ്ടാവും, സോണൽ ഉണ്ടാകും, സ്റ്റേറ്റ് ഉണ്ടാകും, ഇതുണ്ടാവും, ജില്ലക്ക് ഉണ്ടാവും, ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഏരിയക്ക് ഉണ്ട്. അവസാനം നമുക്ക് എവിടെ കിട്ടുന്നത്? തൈക്കണ്ടീന് കിട്ടുന്നത് അല്ലെ? നമുക്ക് കിട്ടുന്ന എവിടെയാണ്? തൈക്കണ്ടി. ഈ തൈക്കണ്ടിക്ക് ഒരു സാധനം എത്തുമ്പോഴത്തേന് എത്ര ടൈം പിടിച്ചും? ഒരുപാട് ആളുകൾ റൊട്ടേഷൻ ചെയ്തുകൊണ്ട് വരികയാണ്. ഇന്നൊരു പേന എടുത്തു, 100 റുപ്യേന്റെ ഒരു പേന വാങ്ങിയാൽ അതിന് എത്ര ചെലവുണ്ട് അറിയാം? 100 റുപ്യേന്റെ പേനക്ക് എത്ര ചെലവുണ്ട്? ഉണ്ടാക്കണ കമ്പനിക്ക് ഏറിയ 40 അല്ലെങ്കിൽ എത്ര 30 റുപ്യക്ക് പോലെ ഉണ്ടാക്കണ പൈസ പോലെ കറക്കണ പൈസ, തൊഴിലാളികളുടെ പൈസ, കറണ്ട് ബില്ലും ഒക്കെ കൂടി ലാഭം വരെ എത്ര റുപ്യ കിട്ടും? 30 റുപ്യക്ക് സാധനം കിട്ടും. പക്ഷെ ഈ 100 റുപ്യ ആണ് കൊടുക്കുക. 50 റുപ്യ ആകുമ്പോൾ എവിടെ കിട്ടും? നാഷണലിൽ കിട്ടും. അങ്ങനെ ഇവിടെ എത്തും. തൈക്കണ്ടിക്കാർക്ക് ലാഭം വേണ്ടേ? ഒരു വെറുതെ തരില്ലല്ലോ. അങ്ങനെ നമ്മളെ കൈക്കൊത്തുമ്പത്തിന് ഈ 100 റുപ്യ ആയിട്ട് തികച്ചാൽ തീരാണ്. എന്നാൽ ഇതാണ് എന്തുള്ളത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഡയറക്റ്റ് സെല്ലിങ്ങിന് എവിടെ? ഡയറക്റ്റ് സെല്ലിംഗ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണും. എങ്ങനെയുണ്ട്? ഫാക്ടറിനെ എവിടുക്കാണ്? കമ്പനി. ഫാക്ടറിന് തൊക്കെപാടെ ഇവിടെ കിട്ടും ഒരു കമ്പനി. ആ കമ്പനി കഴിഞ്ഞാൽ വരുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ ആരാണ്? നമ്മളാണ്. ഇത് എവിടെ നമുക്കിത് കമ്പനി പൈസ തരുന്ന അറിയണോ? ഇവിടെ പറയുന്നത് ക്യാൻ സേവ് അപ് ടു 16%. 60% എവിടെ പോണത്? പരസ്യക്കാർക്കാണ്. ഇപ്പൊ റോയൽ എൻഫീൽഡ് നാസറാഖാന്റെ ബൈക്ക് ബുള്ളറ്റ് എടുത്ത് നോക്കുക. നാസറാഖാന്റെ ബൈക്ക് പരസ്യല്ലേ? ഒരു കാലഘട്ടത്തിൽ ആ ബൈക്കിന് തീരെ മാർക്കറ്റ് ഇല്ലേനി. ഇയാൾ എന്ത് കാട്ടി? ചെറുക്കന്മാരെ കൊണ്ട് എന്ത് കാട്ടി? റൈഡിങ് നടത്തി. ഇതിനെ മുതലാളി റോയൽ എൻഫീൽഡ് പറഞ്ഞിട്ട് റൈഡ് നടത്തിയിട്ട് എന്ത് കാട്ടി? കാരണം വ്യാപകമാക്കിയപ്പോ എല്ലാവരും വാങ്ങി. പൈസ ഇല്ലാത്തതുകൊണ്ട് ഇല്ലോണൊക്കെ എന്ത് വാങ്ങും? അതെന്ത് എവിടെ പോണത്? പരസ്യം. ഒരു സിനിമാ നടി, ഒരു ടാറ്റ സ്കൈ ഉണ്ടല്ലോ നമ്മുടെ ചാനലില്, ആ ടാറ്റ സ്കൈക്ക് ഒരു സിനിമാ നടി, തമിഴത്തെ ഒരു സിനിമാ നടി കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ വാങ്ങിയിട്ടുള്ള കമ്പനി പറയുന്നത് 5 കോടിയാണ്. 30 സെക്കൻഡ് പരസ്യത്തിന് എത്ര കോടി? 5 കോടി. ഇന്നിപ്പോ മമ്മൂട്ടി മോഹൻലാലൊക്കെ വെച്ചിരുന്നത് വളരെ കുറച്ചുണ്ടാവുള്ളൂ. അതിന് എത്ര കോടി? കോടികളാണ്. കോടികളില്ലാത്ത കളി ഒരിക്കില്ല. പക്ഷെ ഇതൊക്കെ ആളെ കൊടുക്കുക? കമ്പനി കൊടുക്കും. കമ്പനിക്ക് ഇത് നഷ്ടമല്ലേ? പക്ഷെ ആ കമ്പനി നമ്മൾ തിരിച്ചും. എന്നാൽ ഇവിടെ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനി ഉണ്ടാക്കണ്, ഫാക്ടറി കൊടുക്കണ്, നേരിട്ട് തരുന്നു. അപ്പൊ ഈ 60% അവിടെ പോയി. ആ 60% കമ്പനി എന്ത് ചെയ്യുന്നത്? വീതം വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇവിടെ പറയുന്നത്, ഇനി ഇന്ത്യയിൽ ഇപ്പൊ നമ്മളിപ്പോ അറിയാല്ലേ, ഇന്ത്യയിൽ ഇന്ന് ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടുഡേ ഈ കാലഘട്ടത്തിൽ ഫിക്ക് എന്ന് പറഞ്ഞ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ്. ഈ ഡയറക്റ്റ് സെല്ലിംഗിന് ഒരു കണക്ക് പ്രകാരം 2025 ഇപ്പൊ കഴിഞ്ഞു. 2025 മുതലാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്? ഈ കച്ചവടം വരുന്നത്. അതായത് 18 മില്യൺ എത്രയാണ്? 1 മില്യൺ എത്ര? 10 ലക്ഷം അല്ലേ? അങ്ങനെ 18 മില്യന്റെ കണക്ക് തുടങ്ങുന്നത് പറഞ്ഞ ഇന്നലെ മുതൽ. ഇന്ന് 25 അല്ലേ? ഇന്ന് 26 അല്ലേ? ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുള്ള പരിപാടി. ആ പരിപാടി ഇത്രയും സാധ്യത ഉണ്ട്. പിന്നെ കേരളത്തിൽ ഇതിന്റെ ഗസറ്റ് ഉണ്ട്. ഇതിപ്പോ ഒരു കച്ചവടം ഒരാൾ വന്നാൽ നേരിട്ട് സമ്മതിച്ചോ? ഇല്ല. അത് കേരളത്തിന് ഇതാക്കിയിട്ട്, അതുപോലെ തന്നെ നമ്മളെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തിലോത്തമൻ സാർ, നമ്മളെ റേഷൻ കാർഡിനൊക്കെ മന്ത്രി, അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ നേതാക്കന്മാരുണ്ട്.
പിന്നെ 2021 ഒരു കണക്ക് പ്രകാരം അതുപോലെ തന്നെ ഇനി ഈ കമ്പനി എന്താകുന്നു 2019 2023 150.5 മില്യൺ ഇൻഡസ്ട്രി. മില്യൺ എത്ര? മില്യൺ 10 ലക്ഷം, ബില്യൺ എത്ര? 1 CR. എത്ര? 1 കോടിയാണ് ഇതിന്റെ ആള് വരുന്നത്. പണ്ടത്തെ കണക്കാണ്. ഇന്നും അതും അതിക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ കണക്ക് പോകുമ്പോൾ ഇനി എങ്ങനെ നമുക്ക് എന്തായി തുടങ്ങാന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി ഉണ്ടാക്കണ്, ഫാക്ടറി കൊടുക്കണ്, ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. ഇവിടെ എത്ര ശതമാനം സേവ് ചെയ്യുന്നുണ്ട്? 60%. പരസ്യത്തിന്റെ 60% സേവ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ തുടങ്ങാന്നൊരു ചോദ്യം നമുക്കുള്ളത്. ഇനി അല്ലെങ്കിൽ ചോദിച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ഉണ്ട്. ഇന്ത്യയിൽ എത്ര ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ട് അറിയോ? 400ഓളം കമ്പനി ഇന്നത്തെ കണക്ക് പ്രകാരം ഉണ്ട്. 400ഓളം കമ്പനി അല്ലെ? ഒരു സോപ്പിന് ഒരു കമ്പനി അല്ലല്ലോ, പല കമ്പനികളും 400ഓളം കമ്പനികൾ ഇവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്. ഈ ഒരു കമ്പനി, നമ്മളൊരു കമ്പനി എങ്ങനെ തെരഞ്ഞെടുക്കുന്ന ചോദ്യം. ഒരു സ്കൂൾ ഉണ്ട്, നമ്മൾ എങ്ങനെ തിരക്കും? പാലക്കാട് പോകണോ, കരുച്ചി പോകണോ, ന്യൂയോർക്ക് പോകണമെന്ന് നമ്മൾ ചർച്ച ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം എവിടെ കൊടുക്കണേ? അവർക്ക് നമ്മൾ പോവുക. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എങ്ങനെ തെരഞ്ഞെടുക്കുന്ന ചോദ്യത്തിന് ഉത്തരം 6 ചോദ്യമുണ്ട്. ആ 6 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി എവിടെ പോവാ? നമ്മൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി പോകാം. ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഒന്നാമത്തെ എന്താണ്? നല്ല പ്രൊഡക്റ്റ് വേണം. ഒരു സ്കൂള് നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടായിട്ട് കാരണം കുട്ടികൾക്ക് എന്ത് വേണം? അതിനുള്ള ആ പവർ കിട്ടും. ഒന്നാമത്തെ എന്താ? ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്. പിന്നെ എന്താണ്? പ്രൊവൻ ടാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്. ആ സ്കൂൾ പഠിച്ച കുട്ടികൾക്ക് എന്ത് വേണം? വിജയിച്ച 100% A+ന്റെ കുറേ ചരിത്രം വേണം. അത് നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ഇതിൽ വിജയിച്ച ആളുകൾ വേണം. അല്ലാതെ ഇപ്പൊ ഒരാള് വിജയിക്കാത്തത് ആരും പോവുക? ഒരാളും പോവില്ല. നേരത്തെ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്. ബിസിനസ് ചെയ്യാൻ എന്തായിരിക്കണം? സിമ്പിൾ. അപ്പൊ സ്കൂളിന്റെ കാര്യമൊക്കെ ഒരു കുട്ടിക്ക് കുറെ മല മറിച്ചിട്ട് കുറെ എന്തൊക്കെ പഠിപ്പിച്ചിട്ട് കാര്യമല്ലോ, കുട്ടികൾക്ക് തിരിയണല്ലോ. അപ്പൊ ഇത് പഠിപ്പിച്ചാൻ പറ്റുന്ന മനസ്സിലാവുണ്ടോ നോക്കണം. പിന്നെ എന്താണ്? കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതിനെന്താണ്? പൊതുവായിട്ടൊരു സിസ്റ്റം വേണം. ഒരാൾക്ക് ഒരു നിയമം, മറ്റവർക്ക് മറ്റു നിയമമല്ല. എല്ലാവർക്കും പൊതുവായിട്ട് എന്ത് വേണം? ഒരു നിയമം വേണം. പിന്നെന്താ പറയുക? സ്ട്രോങ് മാനേജ്മെന്റ് ലീഡേഴ്സ്. ഒരു സ്കൂൾ നന്നായിട്ട് കാര്യമില്ല, എന്ത് വേണം? ലീഡേഴ്സും മാനേജ്മെന്റും വേണ്ടേ? മാനേജ്മെന്റ് മോശം എന്ത് സംഭവിക്കും? ഇനി ടീച്ചേഴ്സോ? അവൻ പോയി. പ്രിൻസിപ്പളോ? അവൻ പോയി. ഒരു കമ്പനി തെരഞ്ഞെടുക്കുമ്പോൾ എന്ത് വേണം? നല്ലൊരു മാനേജ്മെന്റ് വേണം. പിന്നെന്താണ്? അട്രാക്റ്റീവ് ബിസിനസ് പ്ലാന്. ഇതിനൊരു പ്ലാൻ വേണ്ടല്ലോ. ഇതിങ്ങനെ സാധനം ഇങ്ങനെ വിറ്റ് എങ്ങനെ കിട്ടും, ഇത്ര റുപ്യ കിട്ടുന്ന എന്ത് വേണം? നമുക്കറിയാം, ഒരു പ്ലാന് വേണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നൗ ലെറ്റ് അസ് ഇൻട്രൊഡ്യൂസ് ഒരു കമ്പനിയെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ കമ്പനിന്റെ പേരെന്താണ്? മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു കമ്പനി. ഞാൻ 6 കാര്യം പറഞ്ഞു. ഈ 6 കാര്യം എവിടെ ഉണ്ട് നോക്കുകയാണ്? ഈ ഒരു കമ്പനി ഉണ്ടോ നോക്കുക. നോക്കിയിട്ട് മതി ബാക്കി. അപ്പൊ നോക്കുമ്പോൾ ഈ കമ്പനിക്ക് എത്ര ഷോറൂമുകളുണ്ട്? 700-ലേറെ ഷോറൂമുകളുണ്ട്. നമ്മളെവിടെയൊക്കെ ഉണ്ട്? നമ്മളെ മഞ്ചേരി ഒന്നുണ്ട്, കോഴിക്കോട് ഉണ്ട്. കോഴിക്കോട് അങ്ങനെ കേരളത്തിൽ തന്നെ ഒരുപാടുണ്ട്. ഇന്ത്യ ഒട്ടൊക്കെ അത് കാണാം. നമ്മളെ കണ്ടില്ലേ? ഗുജറാത്ത്, ജമ്മു കാശ്മീരിലില്ല, അല്ലാത്തടത്തൊക്കെ ഉണ്ട്. അവിടെ യുദ്ധം ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്, അവിടെ ഇല്ല. അല്ലാത്തടത്തൊക്കെ സാധനം ഉണ്ട്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഈ ഗ്ലാസിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അത് അറിയുന്നവർക്ക് ഉണ്ടാവും. ഒരു വയറ് വാങ്ങണമെങ്കിൽ എന്ത് വേണം? ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ? അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പൊ എന്താ, ഈ ഷർട്ട് നോക്കുമ്പോൾ എന്ത് വാങ്ങും? ഞാൻ ആസറാക്കൊക്കെ ഏതാ ഇടുക? ലിനന്റെ ഇടുക അല്ലെ? ലിനന്റെ നോക്കിയിട്ട് ഞങ്ങൾ ഇടുക അല്ലോ. ഞങ്ങൾ ലിനന്റെ നോക്കി ഇടുക. തുണി ഞങ്ങൾ ആർത്തിന് വാങ്ങും? അണ്ണന്റെ അടുത്തിന് വാങ്ങും അല്ലെ? ഞങ്ങൾ ഗുണശേഖര അണ്ണന്റെ അടുത്ത് ഞങ്ങൾ തുണി വാങ്ങും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്ത് വേണം? ബ്രാൻഡ് നോക്കും. ഇവിടെ എന്താണ്? ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ വലിയ പ്രൊഡക്റ്റ് എന്താണ്? ആയുഷ്. നിങ്ങൾ ആരും കേട്ടിരുന്നത്? ആരും കേട്ടിക്കണോ? ആയുഷ് കേട്ടിക്കണേ? നിങ്ങൾ കേട്ടിട്ട് കാര്യമില്ല, അല്ലാത്തവരെ കേട്ടിക്കണോ? ഈ ആയുഷിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ കേന്ദ്രം, നമ്മളെ ഏറ്റവും വലുത് എന്താണ്? സംസ്ഥാന മുഖ്യമന്ത്രി ബല്ലല്ലോ, മോഡിന്റെ ആ ടീം ഉണ്ടല്ലോ. അതായത് കേന്ദ്രം ആരോഗ്യ മന്ത്രാലയത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? ആയുഷ്. ഈ ആയുഷിന് സർട്ടിഫിക്കറ്റ് കിട്ടിയ പ്രൊഡക്റ്റിന് അത്രയും എന്താണ്? ക്വാളിറ്റി. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഗൂഗിളൊക്കെ നോക്കുക. എന്താ ആയുഷിന് സർട്ടിഫിക്കറ്റ് എന്താണ്? അത് കിട്ടാൻ എന്താ മാർഗം നോക്കുക. പിന്നെ എന്താണ്? FFSI. ഇതിപ്പോ നമ്മള് കടയിലൊക്കെ കാണും. ഇപ്പൊ കൂൾബാർ, പള്ളിപ്പുരി കൂൾബാർ, അല്ലെങ്കിൽ അടക്കര ടോപ്സിൽ കയറി കാണുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇതുപോലെ എന്താ? ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ ചെക്ക് ചെയ്യും. മോശം ഉണ്ടെങ്കിൽ എന്ത് മാറ്റും? സർട്ടിഫിക്കറ്റുകളൊക്കെ എന്ത് പറ്റുള്ളൂ? ചുരുങ്ങി ഒരു മല്ലിപ്പൊടിയുടെ കടമാണ് കാണുക, എന്ത് വേണം? ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിന്റെ വേണം. പിന്നെ ഒറാക്ക്, അത് നമ്മളെ ജ്യൂസ് ഐറ്റംസ് കൊടുക്കാനുള്ളത്. എന്നാൽ ഞാൻ പറയുന്ന ഈ ഒരു കമ്പനിക്ക്, MLF സ്റ്റൈൽ കമ്പനിക്ക് ഈ 6ഓളം എന്തുണ്ട്, അല്ലെങ്കിൽ 8ഓളം എന്തുണ്ട്? സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിൽ GMP പറഞ്ഞത് ഗുഡ് മാനുഫാക്ചറിങ്, അതൊക്കെ നോക്കാണ്ട്. എന്നാൽ
ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും വലുത് എന്താണ്? പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. ഈ പ്രൊഡക്റ്റിൽ എന്തുണ്ട്? ഈ കമ്പനിക്ക് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആയുർവേദമാണ്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ എന്ത് നോക്കും? അവിടെ ആരത് ഉണ്ടാക്കണം നോക്കും. സ്വാഭാവികല്ലേ? ഒരു പെരീന് ഇപ്പൊ ഒരു കല്യാണത്തിന് ഒരു പെപ്പാറിന് വെക്കണേ നമ്മൾ ആരത് ഉണ്ടാക്കുന്ന ആളെ നോക്കൂലേ? ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരെ നോക്കണം. ഇത് ഉണ്ടാക്കുന്ന ആളിപ്പോ നിങ്ങൾ കാണും എന്ത്? ഇയാളെ പേരെന്താണ്? DB അനന്തനാരായൺ. നമ്മൾ പണ്ട് വല്ലേച്ചാൽ ഇപ്പോൾ വല്ലേക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താണ് ദാബർ. ആ ദാബറൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്? ഇയാളാണ്. ഇയാളെ കണ്ടിട്ടോ? ഇയാളെ കാണാത്തവര്, നിങ്ങൾ കണ്ടിട്ടില്ലേലും ഇയാളുണ്ടാക്കിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. സൗന്ദര്യ വസ്തുക്കൾ ആരും ഉപയോഗിച്ചിട്ടില്ല. ആ ഫെയർ ആൻഡ് ലവ്ലി വളർക്കല്ലേ? അത് ഉണ്ടാക്കുന്ന ആള് മൂപ്പരാണ്. ഇല്ല. നല്ല കാര്യം. അപ്പൊ ഈ സാധനം അങ്ങനെ ഇയാളൊക്കെ പറഞ്ഞ 59 കൊല്ലം എവിടെ വർക്ക് ചെയ്ത ആളാ? ഇന്ത്യയിൽ നിങ്ങൾ നോക്കുക, ആയുർവേദത്തിന്റെ കുലപതി. ആയുർവേദത്തിന് നമ്മൾ പറയാം എവിടെ അല്ലത്? കോട്ടക്കൽ നമ്മളെ അറിവ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും ആയുർവേദത്തിന്റെ കുലപതി ആരാണ്? ഈ പറഞ്ഞ DB അനന്തനാരായൺ, KC ഗൗഡൻ, അതുപോലെ തന്നെ ഈ സാറ്. ഇവരൊക്കെയാണ് ഇതിന്റെ ആയുർവേദത്തിൽ നോക്കുന്ന ആള്. അപ്പൊ നമ്മൾ ഇതെന്ത് കുഴപ്പമില്ല, വെപ്പാറ് കുഴപ്പമില്ല. ഐ മീൻ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ടീം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആള്. നമ്മൾ ഏറ്റവും വലിയ പൈസക്കാർ, നമ്മളെ ഏറ്റവും വലിയ കല്യാണത്തിന് ഏറ്റവും വലിയ വെപ്പാറ വിളിച്ചു അല്ലെ? അവർക്ക് ഏറ്റവും വലിയ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആയുർവേദത്തിന്റെ ആൾക്കാരാണ് ഈ പറഞ്ഞ ഇവരൊക്കെ. എന്നാൽ നമ്മൾ ഉൽപ്പാദിക്കുന്ന പ്രൊഡക്റ്റ് ഏതാ? വെൽനെസ് പ്രൊഡക്റ്റുകൾ. വെൽനെസ് ആരും കേട്ടിക്കണോ? വെൽനെസ് ആർക്കറിയോ? ഇല്ല. നിങ്ങൾ ആർക്കറിയോ? വെൽനെസ് പറഞ്ഞാലേ, വെൽനെസ് പറയുമ്പോൾ എന്ത് പറയണം? ഇൽനെസ് പറയണം. അപ്പൊ അജുവിന് പനിച്ചു വിചാരിച്ച, പനിക്കാതിരിക്കട്ടെ, അജുവിന് പനിച്ച് നമ്മൾ എന്താ പൊതുവെ കഴിച്ചാ? ഇന്നത്തെ അജുവിൽ ഒരു കൊല്ലം അജു എന്ത് കഴിക്കാം? പാരസെറ്റമോൾ കഴിക്കും. അത് എന്തിനുള്ളതാ? അത് ഒതുക്കാൻ വേണ്ടിയിട്ടില്ലെന്നാണ്. ഇന്നത്തെ അജു എന്ത് കഴിക്കും? കവചപ്രാശന സാധനം കഴിക്കുക. എന്താണ്? അത് അജുവിന് ശരീരത്തിൽ പ്രതിരോധ ശേഷി കുറയുമ്പോൾ എന്തുണ്ടാവിക്കാം? ഇതുണ്ടാവുക. അപ്പൊ അജു ഇത് കഴിക്കുമ്പോൾ എന്തുണ്ടാവും? കൂടും. അപ്പൊ അജുവിന്റെ പനി എന്താവും? ശമിക്കും എന്നുള്ളതാണ്. ഇത് വെൽനെസ്. നമ്മൾ പണ്ട്, ഞാൻ കുടിച്ചിട്ടില്ല, നിങ്ങൾ കുടിച്ചെന്ന് അറിയില്ല, കർക്കിടക കഞ്ഞി കുടിച്ചിക്കണോ? നിങ്ങൾ കുടിച്ചിട്ടില്ല? കർക്കിടക കഞ്ഞി കുടിച്ചിങ്ങനെ അങ്ങനത്തെ കുടിച്ചു. കാരണം എന്താ? മഴക്കാലം ആവണം മുന്നേ തന്നെ കഞ്ഞി കുടിച്ചിട്ട് മഴ പ്രതിരോധിക്കുകയാണ് അല്ലെ? നമ്മളിപ്പോ മഴ പെയ്യുന്ന മുന്നേ പണ്ട് ഇത് കെട്ടിമാർക്ക് ഓല മറിഞ്ഞമാർക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ പനിന്റെ ചുക്ക് കാപ്പി പിടിച്ചണം, കുടിച്ചൂലേ? ആര് കണ്ടത് കുടിച്ചിനെ? ഡോക്ടർമാർ പറയുന്നില്ലല്ലോ. അതെന്താണ്? അതൊരു ഹെൽത്താണ്. അത് മാർക്ക് നമ്മള് വെൽനെസ് പറഞ്ഞാൽ എന്താ? രോഗം ഉണ്ടാവണം മുന്നേ തന്നെ എന്ത് ചെയ്യുക? രോഗിയായി കടക്കണം മുന്നേ തന്നെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ അതല്ല നല്ലത്. ആ ഒരു പരിപാടിയാണ് എന്ത്? വെൽനെസ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കമ്പനിയുടെ വെൽനെസ്സിൽ പെട്ടൊരു വിഭാഗമാണ് എലമെന്റ്സ്. നിങ്ങൾ കമ്പനി കേട്ടിട്ട് ഈ സാധനം കേട്ടിട്ടുണ്ടാവും. എലമെന്റ്സ് എന്ന സാധനം ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് 2019 അതുപോലെ തന്നെ 2022 ഇതൊക്കെ എന്ത് കിട്ടിയിന്? ഈ ഒരു ബ്രാഞ്ചിന് എന്ത് കിട്ടിയിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇനി കുറച്ച് പ്രൊഡക്റ്റുകളാണ്. ഇത് മരുന്നാണോ? മരുന്നല്ല, വെൽനെസ്. എന്നാൽ ഒന്നാമത്തെ ലിവഗൈൻ. ലിവഗൈൻ പറഞ്ഞ സാധനം എന്താ? നമ്മൾ ലിവർ നിങ്ങൾ കണ്ടല്ലോ, ആ ഉണക്കമുതിരി പോലെ സാധനം. ആ ലിവഗൈനി അതിൽ എന്ത് സംഭവിക്കും? മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും. ആ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും എന്ത് സംഭവിക്കും? നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് വയ്ക്കും? ക്ഷീണം വരും, ഉറക്ക കമ്മി വരും, ഛർദ്ദിക്കാൻ വരും, അതുപോലെ തന്നെ തലവേദന വരും. ഇതൊക്കെ എവിടുത്തെ പ്രശ്നമാണ്? ലിവറിന്റെ പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ കഫ്നീര് എന്താ പറഞ്ഞാൽ ഒരുപാട് ഇപ്പൊ നമ്മള് കന്നിച്ച് പോയ ആ കുപ്പിയിൽ സാധനം കിട്ടും. ആ കാക്കാന്റെ പഴയ കുപ്പിയിൽ നമുക്ക് എന്ത് കിട്ടും? ആ പച്ചവെള്ളം സാധനം കിട്ടൂലേ? അതിന് പറ്റിയൊരു സാധനം എന്ന് വെച്ചാൽ കഫം തിങ്ങി കിടക്കുക, അതുപോലെ തന്നെ കെട്ടി കിടക്കുന്നൊക്കെ നീക്കം ചെയ്യാൻ പറ്റിയ സാധനം എന്താണ്? കഫ്നീല്. എന്നാൽ നമ്മൾ അടുത്ത് പോണ വുമൻ കമ്പാനിയൻ, സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതായത് മെൻസസ് പരമായിട്ടുള്ള വേദനകള്, അതുപോലെ പീരിയഡ്സിന്റെ സമയം തെറ്റുക, ഇതൊക്കെ ഒരുപാട് ആളുകൾ വേദനിക്കുണ്ടാവും. അതിനെ കുറിച്ചിട്ട് ഉമർസ കൂടുതൽ പറഞ്ഞിരുന്നു. കാരണം മൂപ്പര് ഈ കോട്ടിട്ട് നടക്കാനുള്ള കാരണം എന്ന് മൂപ്പര് പറഞ്ഞിരുന്നു. വുമൻ കമ്പാനി എന്ന പ്രൊഡക്റ്റ് ആണ്. അതായത് സ്ത്രീകൾ മെൻസസ് പരമായിട്ടുള്ള എന്ത് കാര്യത്തിന് എന്ത് പറ്റും? ഇത് പറ്റും. ഇനി മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫൈ, അത് കേട്ടിക്കണോ? എന്താ ആർക്കാരും മനസ്സിലായോ? രക്തം ശുദ്ധീകരിക്കുക. ഇപ്പൊ നമ്മള് ബൈക്ക് ഓട്ടുന്ന ആൾക്കാരാണ്. നമ്മളെ വണ്ടി നമ്മൾ എന്ത് കാട്ടും? കുറച്ച് കിലോമീറ്റർ ആയി എന്ത് കാട്ടും? ഓയിൽ മാറ്റും. ഓയിൽ മാറ്റിയിട്ടില്ല എന്ത് സംഭവിക്കും? വണ്ടി പോകും. കുറച്ച് കഴിഞ്ഞാൽ ആ പുകന്റെ കളർ എന്തായി? മാറും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ഷോപ്പ് കാട്ടുമ്പോ പിന്നെ എന്ത് പറയും? ഇഞ്ചൻ പണിക്ക് അയക്കണേ വേണം പറയും. അപ്പൊ ഒരു 10, 10,000, 20,000 ഇഞ്ചൻ പണി എടുത്താൽ തന്നെ നല്ലൊരു ഓടുവോ? അപ്പൊ തന്നെ ഓല് പറയും എന്തായി? മാറ്റാൻ അയക്കണിട്ടോ പറയാം. ഇത് നമ്മളെ ശരീരത്തിനല്ലേ? നമ്മൾ ആ രക്തം ശുദ്ധീകരിക്കുന്നുണ്ടോ? നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ മരുന്ന് കുടിച്ചിട്ടില്ല. നമ്മളെ സാധനം മറ്റേ സാധനം ഇല്ലേ, മാതള നാരങ്ങ, അതിനെന്താ നമ്മൾ പറയാ? അത് രക്തശുദ്ധീകരിച്ച് വെച്ച സാധനം. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ടോ?
ആരേരൊക്കെ വെക്കുമ്പോൾ നമ്മൾ തിന്നല്ലാതെ അതിനപ്പം തിന്നില്ലല്ലോ. അപ്പൊ അതിന് പറ്റിയ സാധനം എന്താണ്? ബ്ലഡ് പ്യൂരിഫൈ. നമ്മളെ രക്തം ശുദ്ധീകരിക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു എനർജി കിട്ടും. അപ്പൊ ആ വണ്ടിക്ക് തന്നെ മനസ്സിലാവല്ലോ, ഓയിൽ മാറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു ചാട്ടം കൂടുതലാണല്ലോ. ഇനി അടുത്തതാണ് വൗണ്ട് ഹീലിംഗ്. ഈ പൊള്ളല്, അതുപോലെ തന്നെ പല പല കാര്യത്തിനും പറ്റ ഇപ്പോൾ ഒരു ഇതുണ്ടെങ്കിൽ, മുറി ഉണ്ടെങ്കിൽ തന്നെ ഉണങ്ങാൻ പറ്റിയ സാധനം എന്താണ്? വൗണ്ട് ഹീലിംഗ്. നോവേദന ജെല്ല്. നോവേദന ജെല്ലാണ് ഇപ്പൊ നമ്മള് പണ്ട് മൂവ് വെച്ചിന്, മൂവ് വെക്കുക, അതുപോലെ തന്നെ മുട്ടുവേദന, ഇങ്ങനെയൊക്കെ മൂവ് തേക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ എന്താണ്? വക്ക ആയുർവേദമാണ്. ഇത് മാനശക്തിമാൻ പറ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ബീജങ്ങളെ സംബന്ധിച്ചുള്ള സാധനമാണ് എന്ത്? മാനശക്തിമാനുള്ളത്. ഈ 5 സ്ട്രെസ്. ഫൈൻ്റെ എന്താ? സ്ട്രെസ്സർ എന്താ? സ്ട്രെസ്സർ എന്താ? സ്ട്രെസ്സർ അല്ല, അതന്നെ ടെൻഷൻ. ടെൻഷൻ അല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒറ്റ കുട്ടിയില്ല. എനിക്ക് ടെൻഷൻ ഇല്ലടാ. ആ സാറൊക്കെ വെറുതെ പറയണം. ആ സാറ് ടെൻഷൻ ഇല്ല, ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരമായ പൈസ ഇട്ടല്ലേ, ചിന്തല്ലേ? ടെൻഷൻ ഇല്ലാത്തൊരു കുട്ടി ഇന്ന് പഠിച്ചാലും സ്കൂളത്തെ കുട്ടികൾക്ക് ടെൻഷൻ ഇല്ല. ഈ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? അപ്പൊ മദർസ് ഞാൻ 1 ദിവസം പഠിപ്പിച്ചില്ല. ഇന്റെ കുട്ടിയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇന്റെ പെൻസിൽ എടുത്തു, പാൻ എടുത്തു പറഞ്ഞാൽ ഓരോ ടെൻഷൻ ഏറ്റവും വലുതാണ്. ടെൻഷൻ ഇല്ലാത്തൊരു കുട്ടി ഉണ്ടോ ഇന്ന്? നമുക്കൊക്കെ കൂടി അറിയല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ അപ്പൊ ഈ ടെൻഷൻ സമീപിച്ച മറ്റു സാധനം എന്താണ്? വൈറ്റസ്. ഇത് കഴിക്കണേ എല്ലാവരും കഴിക്കുക. എല്ലാവരും കഴിക്കാറെന്താ? ഇതിന്റെ കണ്ടന്റ്, ഇതിനെ കുറിച്ച് പഠിച്ചുമ്പോൾ അത്രയും സാധനമാണ്. ഇനി അടുത്ത ഇമ്മ്യൂണിറ്റി. നമുക്ക് ദഹന പ്രക്രിയ ഉണ്ട്. നമ്മള് പജു നേരത്തെ പറഞ്ഞു, പരിപ്പ്, പപ്പടം, അങ്ങനെ കുറേതും പറ്റൂല, കുറെ എരി പുളിയൊക്കെ പറ്റൂല. അതിന് പറ്റിയ ഒരു സാധനമുണ്ട് ഇമ്മ്യൂണിറ്റി. എല്ലാത്തിനും ഉൾപ്പെടുത്തിയ സാധനം നെല്ലിക്ക. ഞാൻ നേരത്തെ ലിവഗേന പറഞ്ഞു. ആ ലിവഗേന ഞാൻ അത്ര കുടിച്ചിങ്ങനെ ആർക്കും പറയാൻ പറ്റുമോ? ആർക്കാ പറഞ്ഞ കസ് ചെയ്താണ്? നിങ്ങൾ പറഞ്ഞാലേ ഞാൻ 15 കുപ്പി കുടിച്ചു. ഇമ്മേറ അതാണ് ഈ ചാങ്കൂറ്റം. അതാണ് അടുത്തെന്താണ്? ഇമ്മ്യൂണോത്രി. ഈ ഇമ്മ്യൂണോത്രി 4 കുപ്പി ഞാൻ ഇന്റെ ഇതിന്റെ അവസാനം പറഞ്ഞതാ. അതുപോലെ തന്നെ നോവേദന ക്യാപ്സൂൾ. നോവേദന ക്യാപ്സൂൾ പറഞ്ഞെന്താ? വേദന ഉണ്ടായി നമ്മൾ എന്ത് കാട്ടും? നേരെ പള്ളിപ്പടി മെഡിക്കൽ ഷോപ്പിൽ ചെല്ലും, ആ ഗുളിക കുടിച്ചും ഒതുക്കും. ആ ഒതുക്കൽ എന്താണ്? തച്ചിട്ടാണ്. അമിതുസ്ഥാന ഭാഷയിൽ പറഞ്ഞാൽ തച്ച് പൊപ്പിച്ചെന്ന് പറഞ്ഞു അല്ലെ? മാങ്ങ പോത്ത് തിന്നാണ് എന്താണ്? ടേസ്റ്റാണ്. തച്ച് പൊപ്പിച്ച പെട്ടെന്ന് കേറി വരും. അതുപോലെ തന്നെ ഞാൻ പോലത്തെ വല്ല ഹാർട്ട് ഇല്ലാത്തവരെ കൈയൊക്കെയാണ് ഇല്ലേ? ഹാർട്ട് ഇല്ലാതുണ്ടോ? നിങ്ങൾക്കില്ല? അതായത് ഹൃദയം ഉണ്ടോ? എന്ത് കഴിച്ചണം? വല്ല ഹാർട്ട്. കിതപ്പുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഹാർട്ട് ഉണ്ട് നോക്കണം വെച്ചാൽ കിതപ്പുണ്ടോ വെച്ചുണ്ട്? അതല്ല, നമ്മൾ നല്ലതിലാണ് നോക്കണം. എന്ത് മതി? ഒരാൾ എത്ര സ്റ്റെപ്പ് നടക്കണം ശരിക്ക്? ആയുർവേദത്തിന്റെ കണക്ക് പ്രകാരം എത്ര എണ്ണോ? ചുരുങ്ങിയത് 1500, 5000 പറയുന്നുണ്ട്. 5000 പറഞ്ഞാൽ 1 കിലോമീറ്റർ എത്ര പോകുന്നറിയണോ? ഒരു 1200, 1300 ഒക്കെ പോകണം. അത് അത്രയും നടക്കണം. നമ്മൾ അത്രയും നടന്നിട്ടില്ലെങ്കിൽ എന്താണ്? പ്രശ്നമാണ്. നമ്മൾ നടക്കുവോ? ഒരു കുട്ടി നടക്കൂല. ആരും നടക്കണില്ലല്ലോ. അപ്പൊ ഇതെന്തുവാണ്? ബെൽഹാട്ടർ ഉലുവിന്റെ ഒരു സാധനം. അത് കഴിക്കാം. പിന്നെ നമ്മളെ ആയുഹില് വിള്ളിച്ചക്ക്, പിന്നെ എനർജി പറഞ്ഞ എന്താ? മൊബൈൽ ഉപയോഗിക്കാതെ ദിവസങ്ങളില്ല. അതില്ലാതെ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ എന്തായാലും ഉപയോഗിക്കും. അപ്പൊ കമ്പനി എന്താ ഇറക്കി? ഇല്ല ഒന്ന് ശുദ്ധീകരിച്ചവൻ എന്താക്കി ഇതാക്കി. പ്രോനാസികാരം മൂക്കിലെ ദശ എന്ന് പറയുന്ന സാധനം. പിന്നെ എന്തിന്? പ്രോട്ടീൻ പൗഡർ കിട്ടും. അപ്പൊ മസിനെ എന്ത് കാട്ടും? കൃത്രിമമായിട്ട് കയറ്റിയല്ലേ ഇതിങ്ങനെ ജിമ്മ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെന്താണ്? നല്ല ഹെൽത്തി സാധനമാണ്. ഈ മോറോലൈഫ് എന്ന ഓറഞ്ചിന്റെ സത്തം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇനി അടുത്ത ഈ ഒരു സാധനം, ഇത് പറഞ്ഞാൽ കിങ് എന്ന് പറയാം, രാജാവ് എന്ന് പറയാം. നസറാക്ക് എത്ര ഏറ്റവും വലിയ ജ്യൂസ് എത്ര റുപ്യന്റെ കുടിച്ചിരുന്നെ? ഏറ്റവും വലിയ ജ്യൂസ് എത്ര റുപ്യന്റെ കുടിച്ചിരുന്നെ? ജ്യൂസ് എത്ര കുടിച്ചിരുന്നെ? നസറാക്ക് പിന്നെ ബട്ടറിന്റെ എത്ര കുടിച്ചു? 120 വിചാരിച്ച അത്ര ഉണ്ടോ? നിങ്ങൾ എന്താ കുടിച്ചത്? അപ്പൊ ഈ ഒരു ജ്യൂസ്, ഇതൊരു ജ്യൂസാണ്. ഇപ്പൊ നമുക്ക് ആർക്കും വാങ്ങാൻ പറ്റിച്ച ബെറി പഴങ്ങൾ, സ്ട്രോബെറി, ബ്ലാക്ക് ബെറി, എന്തൊക്കെ ബെറിണ്ട്? ഇപ്പൊ തൂക്കി കൊടുത്തതാണ്. അപ്പൊ ഈ ബെറി പഴങ്ങളത് ഒരു 10 ഐറ്റംസിലേറെ എന്ത് കാട്ടി ജ്യൂസ് ആക്കിയിട്ട് ഒറാക്ക് എന്ന സർട്ടിഫിക്കറ്റോട് കുട്ടിയ സാധനമാണ്. ഇത് കുടിച്ചാലും പ്രത്യേകത എന്താ വെച്ചാലേ, എന്നാളൊരു പെണ്ണിന്റെ പറയുന്നുണ്ട്. ആ പെണ്ണ് ഇങ്ങനെ ഇരിക്കാണ്, വീൽ ചെയറിൽ. പെണ്ണാണ്, ചെറുപ്പക്കാരത്തിയാണ്. അതിന് അങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ സാധനം പറഞ്ഞു കൊടുത്തു. ഈ സാധനം പറഞ്ഞു കൊടുത്ത് 6 മാസം തുടച്ചപ്പോ ആ പെണ്ണ് നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മളെ ശരീരത്തിന്റെ ഞരമ്പുകൾ ഇതൊക്കെ എന്താ വെച്ചാൽ ചിലയിടത്ത് പ്രവർത്തനം ഉണ്ടാവില്ല. ഈ സാധനം ഉള്ളിൽ കയറുമ്പോൾ എന്താണ്? ഇത് കൃത്രിമല്ല. സാനി ജ്യൂസ് ഇന്ന് കുടിച്ചാൻ പറ്റിയ ഏറ്റവും വലിയ ജ്യൂസ് പറഞ്ഞ സാധനം എന്താണ്? ഇനി സ്റ്റോപ്പ്സിൽ കയറില്ല എത്ര എന്ത് ജ്യൂസ് കുടിച്ചാലും എന്തുണ്ട്? മധുരമുണ്ട് അല്ലെ? നമ്മൾ ഗൾഫിന് കിട്ടുന്ന അജുവ എന്ത് നമ്മൾ ഉസാറായിട്ട് ഇവിടുത്തെ ഇറക്കത്തെ കാട്ടിൽ വരണ്ട അൽ തമ്ര് പോയി വാങ്ങിയാൽ എന്ത് കിട്ടും?
പഞ്ചസാരയാണ്. ഇന്നലെ അജു പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് പഞ്ചസാര കുത്തിയൊക്കെ ഇവിടെ അജു എങ്ങനെ കിട്ടുന്നത്? ഇവിടെ നിൽക്കുവോ? ഇങ്ങനെ തോട്ടത്തിന് പഠിച്ച് കിട്ടൂല, ഒക്കെ കൃത്രിമാണ്. എന്നാൽ ഈ ഒരു സാധനം ജ്യൂസ് ആക്കിയിട്ട് ഒരാളെ കൈ പോലും സ്പർശിക്കാതെ സംഭവത്തിന് 95 ഒരു സാധനം ജീവിതത്തിൽ കുടിച്ചാൻ പറ്റണ കുടിച്ചണം. പൈസ ഉണ്ടെങ്കിൽ കുടിച്ചണം കേട്ടോ. ആരെന്തായാലും പൈസ ഉണ്ടെങ്കിൽ കുടിച്ചാൽ ഞാൻ 2 വട്ടം കുടിച്ചിരുന്നു. അതുപോലെ തന്നെ ഡേബാ ലൈഫ് ഷുഗർ ഇല്ലാത്ത ആരുണ്ട്? പഞ്ചസാര ഒഴിവാക്കുന്ന ഷുഗർ ഇല്ല, സൂപ്പർ. അത് ഇല്ല. ആർക്കൊരു ഷുഗർ ഉണ്ടെങ്കിൽ പറ്റിയ സാധനം തന്നെ ഡേബാ ലൈഫ് പറഞ്ഞ വെളുത്തുള്ളിന്റെ ഒരു സത്വം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മളെ കവചപ്രാശിയാണ്. ചവനപ്രാശി കേട്ടിരിക്കണ ആര്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ലേ. ഞാൻ കുറച്ച് മുന്നേ കേൾക്കുന്ന കവചപ്രാശാരൻ. ആ കവചപ്രാശാരൻ 34 ഐറ്റംസ് നമ്മളെ നെല്ലിക്ക, അങ്ങനെ കുറെ സാധനങ്ങൾ ആയുർവേദത്തിന്റെ അതൊക്കെ പാട് കൂട്ടിയാണ്. നല്ല ലേഹ്യാണ്. പ്രസവിച്ച് നമ്മൾ എന്ത് കൊടുക്കും? ബൂസ്റ്റ്, ഹോർലിക്സ് അത് കൊടുക്കും. അതിന് പറയും ഒറ്റൊന്നും കൊടുത്താൽ മതി, ഇത് കൊടുത്താൽ മതി. ശരീരം നമ്മൾ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഞ്ഞ സാധനം എന്താ? കവചപ്രാശാൻ. കൊറോണക്കെല്ലാം വരുന്നതാ അല്ലേ? അകന്ന് നിൽക്കുക. അതുപോലെ തന്നെ മറ്റേ സാധനം ഇട്ട് കേക്ക്. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ അന്നത്തെ മന്ത്രി ആരാ? ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ പറഞ്ഞ ഈ സാധനം ആവശ്യത്തിന് സർട്ടിഫിക്കറ്റില്ല, ചവനപ്രാശം കഴിച്ചുകൂടി പറഞ്ഞത്. ഇത് ഇന്ത്യയിൽ ചവനപ്രാശം ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഈ ഒറ്റ സാധനമുള്ളൂ. ഏതാണ്? കവചപ്രാശം സാധനം. ഏറ്റവും കൂടുതൽ വിറ്റുപോയത് കൊറോണ സ്ഥലത്താണ്. ഇതൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ നമ്മളെ പേസ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പേസ്റ്റിമേ ഏത് ഇത് ഉപയോഗിക്കുന്നത്? ഈ പൊതുവെ പേസ്റ്റിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഞാൻ ദർസിലൊക്കെ പഠിച്ചുമ്പോൾ വെച്ചാൽ ചുമരും ഇങ്ങനെ ബോൾഗറ്റം തേക്കും, എന്നിട്ട് പഴയ കണ്ണട വെക്കും. കണ്ണട ഒട്ടിച്ചിക്ക. ഒരു സാധനം പല്ല് തേക്കുന്ന സാധാരണ ഒട്ടാണെങ്കിൽ അപ്പൊ എന്തൊക്കെ ചേർക്കണം ഇല്ലേ? നമ്മൾ പോയി നോക്കിയൊക്കെ ബോൾഗറ്റ് ഉണ്ടെങ്കിൽ ഒരു കണ്ണട ഒട്ടിച്ച് ചുമരം ഒട്ടും. ആ സാധനം നമ്മൾ എന്ത് വെക്കണേ? പല്ല് വെക്കണേ. അത്രയും ഡേഞ്ചറാണ്. നമ്മളെ നാവ് തരിപ്പിക്കുന്ന സാധനം ഇവിടെ നാവാണ്. അവരൊക്കെ ജീവൻ നോക്കേണ്ടത് ഈ നാവാണ്. ഈ നാവുമൊക്കെ രാവിലെ തന്നെ നമ്മൾ എന്ത് കൊട്ടാൻ പാടില്ല? വിഷം കയറ്റാൻ പറ്റില്ല. നമ്മളിപ്പോ പേസ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾ കാണും 6 വയസ്സിന് താഴെ കുട്ടികൾക്ക് കൊടുക്കരുതെന്ന്. ഇവിടെ കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ, കൊടുക്കരുത്. കാരണം എന്താ? അതിലത്രയും കൃത്രിമാണ്. പിന്നെ എലിവശത്തിന്റെ കണ്ടന്റ് ഉണ്ട്. വെറുതെ പറയാല, കാണിച്ചരാം. എലിവശത്തിന്റെ കണ്ടന്റ് ഏത് ചെറുക്കുണ്ട് ഈ പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് 10 റുപ്യക്ക് കീർക്കും കിട്ടണത്. നല്ല സാധനത്തിന് എന്ത് കൊടുക്കണം? വില കൊടുക്കണം. അതിന് പേസ്റ്റ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, അതുപോലെ തന്നെ ഫെയർനെസ് ക്രീം ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ കണ്ണിനുള്ള ഈ കറുപ്പോണ ഐജെല്ലുണ്ട്, രാത്രി തേക്കാൻ പറ്റുന്ന സാധനം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ട്. എന്നാൽ പൗഡർ ഉണ്ട്, പൗഡർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പപ്പായന്റെ ക്രീം ഉണ്ട്, നീമിന്റെ ഫേസ് ക്രീം ഉണ്ട്, കുറച്ച് സോപ്പുകളൊക്കെ ഉണ്ട്. ഈ സോപ്പിന്റെ പ്രത്യേകത എന്താ? കെമിക്കൽ കുറവായിരിക്കും എന്നുള്ളതാണ്. കെമിക്കൽ കുറവായിരിക്കും എന്നല്ല. അതുപോലെ തന്നെ നമ്മളെ നിലം തുറക്കുന്ന ഈ ഫ്ലോർ ക്ലീനർ, ഡിഷ് വാഷ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കശ്മീരി കാവ് ഉണ്ട്, മുടി കറുപ്പിച്ചിരുന്ന സാധനം ഉണ്ട്, ആരില്ലാത്തതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതുണ്ട്. എന്നാൽ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ 2 ഐറ്റംസ് പറഞ്ഞു. ഏതാണ്? ഓൺ ആൻഡ് ഓണും എലമെന്റ്സ് എന്ന് പറഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത് എന്താണ്? അല്ലെ? ചോറാണ്, പച്ചക്കറിയാണ്. ഇല്ലാതെ നമുക്ക് കഴിയൂല. എന്നാൽ ഇതിലുള്ള വളം എന്താണ്? കെമിക്കൽ അല്ലേ? രാസവളം കുത്തി കയറ്റിട്ടല്ലേ? നമ്മളൊരാള് ജൈവവളം ഉണ്ട് പറഞ്ഞാൽ നമ്മളെ മറ്റേ കാക്കല്ലേ, ചീരക്കണാക്കാൻ വരുന്ന അബ്ബാസാക്കാന്റെ എന്ത് വാങ്ങും? നല്ലതാണ് അല്ലേ? അതേപോലെ തന്നെ വളം നന്നായിട്ടില്ലെങ്കിൽ എന്ത് സംഭവം? വളരെ വിത്ത് നന്നായിട്ടില്ലെങ്കിൽ സംഭവം വളം നന്നാവും എന്നുള്ളതാണ്. ഇന്ന് ഈ വളത്തിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇന്ത്യാഗ്രോ, വസ്ത്ര, MA-SIT, MA-VIR, Purify, MA Powder, കുറെ നല്ല വളങ്ങളുണ്ട്. വളങ്ങളാണോ? വളങ്ങളല്ല. നമ്മൾ എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞ കവചപ്രാശം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് ഇട്ട് കൊടുത്ത് എന്ത് മണ്ണിന് എന്ത് കിട്ടും? ആരോഗ്യം കിട്ടും. എന്ത് സംഭവിക്കും അല്ലെ? ഈ കുട്ടികൾക്ക് മുലപ്പാൽ എത്ര പ്രാവശ്യം കൊടുക്കണം? ഖുർആൻ പറഞ്ഞിരിക്കുക ഹൗലേനി കാമിലേനി, 2 കൊല്ലം അല്ലെ? പൂർണ്ണമായ 2 കൊല്ലം. ഒരു കൊല്ലം കുടിച്ച കുട്ടിക്ക് എന്താ കാരണം? ചിലപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തും പടിഞ്ഞാറും കാറ്റടിച്ച ഓനക്ക് ജലദോഷക്കാരം, അല്ലെങ്കിൽ എന്ത് കിട്ടും? പനിയേക്കാരം. അതുണ്ട്. അപ്പൊ എന്ത് കിട്ടണം? ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സസ്യങ്ങൾക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. അതിനുള്ള സാധനം ഇതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ അടുത്ത പറയുന്നത് നമ്മളൊരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞു, പ്രൊഡക്റ്റ് പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? ഇത് പഠിച്ചാൻ പറ്റണം. ഒരു ബിസിനസ് പഠിച്ചാൻ പറ്റണം. എന്തെങ്കിലും കുറെ ബുക്കായിട്ട് കാര്യമല്ലോ. അതിന് മൈ ഡിജി വേൾഡിന്റെ, അതുപോലെ തന്നെ ഹാർഡ് സക്സസ് അക്കാഡമിയുടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്. തുടങ്ങാൻ ഫീസ് കൊടുക്കണോ? ഒരു ഫീസ് ഇതിന്റെ ആവശ്യമില്ല. ഇത് ഒരു രജിസ്റ്റർ, ഇതൊരു കമ്പനിയുടെ സൈറ്റിനായി ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു യൂണീക്കായിട്ട് 3 ID നമ്പർ തരും. 3 ID നമ്പർ തരും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാം. ഓൺലൈനും കിട്ടും, എന്തിനും കിട്ടും, ഓഫ്ലൈനും പ്രൊഡക്റ്റ് വാങ്ങാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾ ID എടുത്തു, ഈ കമ്പനിയിൽ ID എടുത്തു കഴിഞ്ഞു, നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് 6 ഐറ്റംസ് എന്ത് കിട്ടും? വരുമാനം വരും. 6 ഐറ്റംസ്. ഒന്നാമത്തെ പറഞ്ഞാൽ
നമ്മൾ ഈ സാധനം എടുത്ത് വിചാരിച്ച ഇതിന്റെ പേരെന്താണ് പേസ്റ്റ്. ഇത് വിറ്റ് നമുക്ക് ഐഡിയ എടുത്തു കഴിഞ്ഞാൽ ഒരു വില കിട്ടും. നമുക്ക് കമ്പനി MRP ഒരു വില ഇട്ടിരിക്കുന്നത് ആ വിലക്ക് നമുക്ക് വിൽക്കാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് 50 റുപ്യ 40 റുപ്യ എന്തുമ്പോ കിട്ടും. ഒരു പേസ്റ്റ് വെച്ചാൽ കിട്ടും. കോൾഗേറ്റ് അറിയത്തിട്ടോ പേസ്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എന്ത് കിട്ടും, സെയിൽസ് ഇട്ടയാളെ ഒരു ബോണസ് കിട്ടും. എന്താണ് കച്ചവടം നടക്കണം എന്ത് കിട്ടും കമ്പനി അല്ലേ. നിങ്ങൾ തുണി ഷോപ്പ് വിൽക്കാണ്, നിങ്ങൾ നല്ലോണം കച്ചവടം ചെയ്യുമ്പോൾ ഇനിയും കച്ചവടം ചെയ്താൽ ഇനിയും പൈസ ഇടുന്ന നമ്മളെ കയറ്റൂലേ ആ പരിപാടി. ഇപ്പൊ റാങ്ക് കിട്ടും. നമ്മൾ ഇങ്ങനെ റാങ്ക് കയറി പോവാ. ഇപ്പൊ കമ്പനിയിൽ മാനേജർ ഉണ്ട്, അജുവിന് എന്തെങ്കിലും റാങ്ക് ഇവിടെ അജിഫാല് മാനേജർ, അതിന്റെ പൊസിഷൻ ഉണ്ട്, ആ സ്റ്റോക്ക് നോക്കുന്നുണ്ട്, മൊത്തം നോക്കുന്നുണ്ട്. ഓർക്ക് എന്ത് കിട്ടും, റാങ്ക് നിങ്ങൾ കൂടുന്നതനുസരിച്ച് എന്ത് കിട്ടും, പൈസ കിട്ടും, പെർഫോമൻസ് കിട്ടും. നമ്മളെ ആക്റ്റീവ് അനുസരിച്ച് ലോയൽറ്റി ഉണ്ട്, അങ്ങനെ ലോയൽറ്റി ബോണസിന്റെ ഇൻകം ഉണ്ട്. റീറ്റെയിൽ പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 3 ഐറ്റംസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇന്ത്യ ഗ്രോ, നമ്മൾ വളർന്നു പറഞ്ഞു. അതുപോലെ തന്നെ എലമെന്റ്സ്, ഇതൊക്കെ ഒരാൾ പ്രോഡക്റ്റിന് 75% എന്ത് കിട്ടും, ബിസിനസ് വോളിയം 75%. 100 റുപ്യ വാങ്ങിയാൽ 1000 റുപ്യക്ക് വാങ്ങി, 1000 റുപ്യക്ക് വാങ്ങി എത്ര റുപ്യ കിട്ടും, 750 റുപ്യ കയറും. അതുപോലെ തന്നെ നമ്മൾ നിലം കൊടുക്കുന്ന ഇത് ആഹാര ചായപ്പൊടി ഇതൊക്കെ ഈ കമ്പനിയിലുണ്ട്. അതൊക്കെ വാങ്ങിയാൽ 35, അതായത് 1000 റുപ്യക്ക് ഒരാൾ വാങ്ങിയാൽ ബിസിനസ് വോളിയം എത്ര കയറും, 350 കയറും. എങ്ങനെ ഇപ്പൊ ഇത് വരുമാനം കിട്ടുക എന്നുള്ളത്. നിങ്ങൾ നടുവിൽ ഒരാളെ കണ്ടു, ആരാണ്, ആരായിക്കോട്ടെ, ഒരാളെ കണ്ടു, അയാളെ 10 നമ്പറാണത്. അപ്പൊ ഈ ഒരു ആൾ മനസ്സിലെന്ത് കാട്ടിയിരുന്നു, ഇയാൾക്ക് ഓർക്ക് 1 ഉണ്ട്, ഓർക്ക് 2 ഉണ്ട്. ഇയാൾ ഇവിടെ ഒരാളെ കൊണ്ടുവരുന്നു, ആരൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഒരാൾ ഇവിടെ കൊണ്ടുവരും, പിന്നെ ഒരാൾ കൊണ്ടുവരും. ഓരോ എന്ത് കാട്ടിയാണ്, കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ ഇതൊക്കെ വാങ്ങി. ഈ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ഇവരെ എന്ത് കാട്ടി, വാങ്ങി ഇതായി. അങ്ങനെ 6 കിലോ നിൽക്കുന്നത് അജുവിന്റെ കീഴിലാണ് വിചാരിച്ചിട്ടെ. അജുവിന്റെ കീഴിലാണ് ഈ 2 ആൾക്കാരും വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാക്കിന്റെ ഒരു താത്തയുണ്ട്, ഇവിടെ ഒരു താത്തന്റെ രണ്ട് വിചാരിച്ച ഓര് വാങ്ങി 10000 റുപ്യക്ക് അജുവിന്റെ കീഴിൽ സാധനം വാങ്ങിയാൽ ഈ 2 ഇത് ഇവിടെ എത്ര വായിച്ച 10000, ഇവിടെ എത്ര ഉണ്ട് 5000. 2 ആൾ 5000 വാങ്ങിയാലും ഒരാൾ 10000 വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ 12% നോക്കും. 12% എത്ര, 1200 റുപ്യ ആർക്ക് കിട്ടും, അജുവിന് കിട്ടും. മനസ്സിലല്ലേ, അജുവിന് കിട്ടും. ഇനി അങ്ങനെ അജു എന്ത് കാട്ടി, ഒന്നുകൂടി സെറ്റപ്പ് ആക്കിയിട്ട് കച്ചവടമൊക്കെ ഒന്ന് കൂട്ടി നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര വന്നു, 20000 വന്നു. അപ്പൊ അജുവിന് വരുമാനം കിട്ടും. അജുവിന്റെ കീഴിൽ വന്നൊക്കെ എന്ത് കിട്ടും, എങ്ങനെ ചാടാൻ കിണറ്റിക്ക് വെള്ളം അജുവിന്റെ കിണറ്റിക്കായിരിക്കും വെള്ളം ചാടാം. അപ്പൊ എത്ര കിട്ടും, 2400 റുപ്യ ആർക്ക് കിട്ടും, അജുവിന് കിട്ടും വിചാരിച്ചു. ഇനിയിപ്പൊ അജു ഒന്നുകൂടി സെറ്റപ്പ് ആയി, അജു തമിഴ്നാട്ടിൽ കയറി, അങ്ങനെയൊക്കെ കയറി എത്ര കിട്ടി, 1 ലക്ഷം ഇവിടെ കച്ചവടം നടന്നു. ഇപ്പുറത്ത് എത്ര നടന്നു, 3 ലക്ഷം. 3 ലക്ഷം കച്ചവടം നടന്നു. അപ്പൊ എത്ര കിട്ടുക, അപ്പൊ ഇവിടുത്തെ 1 ലക്ഷം ഉണ്ടല്ലോ, 1 ലക്ഷം എടുക്കും, ഇവിടുത്തെ 1 ലക്ഷം എടുക്കും, 2 ലക്ഷം അടവെക്കും ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ട് ആ 1 ലക്ഷത്തിന്റെ എത്ര കിട്ടും അജുവിന്, 12000 കിട്ടും. ഇനി അങ്ങനെ അജുവിന്റെ കച്ചവടം എത്രയായി, ഡെവലപ്ഡ് ആയിട്ട് 5 ലക്ഷം നടന്നു ഒരു ഭാഗത്ത്. ഇവിടെ എത്ര നടന്നു, ഇവിടെ 5 അല്ലേ, ഇവിടെ 4 ലക്ഷം. കഴിഞ്ഞില്ല എന്ത് കിട്ടും, നമ്മളത് 1 ലക്ഷം ഉണ്ട്. ആ 1 ലക്ഷം കൂട്ടി അജുവിന് എത്ര കിട്ടും, 60000 കിട്ടും. ഇനി അടുത്ത എത്രത്, 10 ലക്ഷം നടന്നു. അജുവിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നടന്നു. ഇത് കൃത്യമായിട്ട് നടക്കണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ ഇവിടെ 15 ആവും, ഇവിടെ 10 ആകും. അങ്ങനെ അജുവിന് എത്ര കിട്ടും, ഒരു ആഴ്ചയില് 1,20,000 കിട്ടും. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി കൂട്ടൂല. ഒരാൾ ഇങ്ങനെ കമ്പനി പൈസ കൊടുക്കോ, ഏതെങ്കിലും കമ്പനിയാർ പൈസ കൊടുക്കോ, ഇല്ല. മുതലാളിമാർക്ക് ഇത് കുടിച്ചിക്കണ്ടേ. അപ്പൊ ഒറ്റ കമ്പനി നിർത്തുന്നിടത്താണ് 10000 ലക്ഷം അപ്പുറത്ത് കഴിഞ്ഞാൽ അജുവിന് എത്ര കിട്ടും, 2,10,000 കിട്ടും. ആർക്കും വിശ്വസിക്കാൻ പറ്റുണ്ടോ, 2,10,000 കിട്ടും. എന്നാ കിട്ടാറണോ, എത്ര മാസം കൂടുമ്പോൾ കിട്ടുക, മാസത്തിലല്ല ആഴ്ചയിൽ കിട്ടും. ആഴ്ചയിൽ 2,10,000 കിട്ടുന്നത് ആർക്കും വിശ്വാസം ഉണ്ടോ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, അവർക്ക് കിട്ടും. ഈ വിശ്വാസം വേണം. അത് കിട്ടണമെങ്കിൽ മൂപ്പറെ വിളിച്ച കിട്ടും. ഇതാണ് എത്ര കിട്ടുന്നത്, 2,10,000 കിട്ടും. ആഴ്ചയിൽ കിട്ടും. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. പക്ഷെ വെറുതെ കിട്ടുമോ, എന്ത് വേണം, നയിച്ചിട്ട് നമ്മളിത് എത്തിച്ചു കൊടുക്കാൻ എന്നുള്ളതാണ്. ഇനി ഇത് വരുമാനത്തിന് മാർഗം പെർഫോമൻസ് ബോണസ്, അതുപോലെ സ്റ്റാർ നേരത്തെ പറഞ്ഞ വരുമാന മാർഗമാണ്. ഞാൻ നോമിനേഷൻ ഫെസിലിറ്റിന്റെ എന്താ സാധനം അറിയാം, എന്താ ഞാൻ ബാങ്കിൽ പോയി നോമിനി എന്തിനാ, നമുക്ക് ബാങ്കിൽ പോക്കില്ലേ, നോമിനി ഇല്ലേ, എന്തിനാ ഇതിന് ഏറ്റെടുക്കുന്ന ഒരാള് അല്ലെ. നിങ്ങൾ സന്ധി സംഭവിച്ച് കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കണം, മറ്റു കൊടുക്കണം. ഇവിടെ നോമിനി എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു വിചാരിച്ച, അല്ല നിങ്ങൾ മരിച്ചു പറയാൻ പറ്റൂലല്ലേ, ഞാൻ മരിച്ചു,
ഞാൻ ഒറ്റത്താടി ഒരു ജീവിയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്റെ നോമിനെ ആരെ വെച്ചിക്കണേ? ഉമ്മാനെ വെച്ചിരിക്കുന്നത്. ഇച്ചിപ്പോ വരുമാനം അടുത്ത ആഴ്ച കമ്പനി വരുമാനം തരാണ്ട് 10 അത് ആർക്ക് കിട്ടും? ഉമ്മാക്കാണ് കിട്ടും. മനസ്സിലേ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ആ വല്ലാത്ത വരുമാനം വരുന്നില്ല. അപ്പൊ എന്നാൽ ലക്ഷങ്ങൾ വരുമാനം വരുന്ന മരിച്ചു കൊടുക്കുക എന്ത് കിട്ടുന്നുണ്ട്? അപ്പൊ അതിനും കമ്പനി കിട്ടുമോ? നാസറ കിട്ടും. നാസറാക്കാന്റെ പരിപാടി എന്താണ്? സ്ഥല കച്ചവടം. നാസറാക്ക എന്ന് പണിക്കിറങ്ങിയിട്ടില്ലെങ്കിൽ മൊലാളിമാര് നാസറാക്ക ഇന്നാൾ ചെയ്തിനെ പറഞ്ഞ് കൊടുക്കുവോ? കൊടുക്കൂല. നാസറാക്ക അങ്ങനെ ഇടക്കരങ്ങാടി നിന്നിട്ട് അങ്ങനെ പേരും കൊണ്ട് ഇങ്ങനെ കറങ്ങുമ്പോഴാണ് എന്തിനു കിട്ടുക? കച്ചവടം കിട്ടുമ്പോൾ സാധനം കിട്ടുന്നത്. എന്നാൽ ഇതൊരു മരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നോമിനേഷൻ ഫെസിലിറ്റി കിട്ടുന്ന ഒരു സംഭവമാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കമ്പനി തിരഞ്ഞെടുക്കാൻ എന്ത് വേണം? 6 കാര്യങ്ങൾ. ആ 6 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനത്തിനുണ്ടോ? നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റിന്റെ റിസൾട്ട്. ഇപ്പൊ ഞാൻ പറയാം, എന്റെ റിസൾട്ട് ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ഈ അമീസ്താനെ പരിചയപ്പെടുന്നത് എന്താ വെച്ചാല് തലവേദന എടുത്തിട്ട് വരുന്നത്. തലവേദന വെച്ചിട്ട് നല്ലതിലൊന്നല്ല വരുന്നത്. ഈ മോന്നല്ല ആ മൂപ്പർക്കാണ് അറിയും. അത് തലവേദന എടുത്തിട്ടൊന്നും ചീഞ്ഞുകൊണ്ടേ വരുള്ളൂ. തലവേദന, മൈഗ്രീൻ തലവേദന അത് ദർശ പഠിക്കുന്ന മുന്നേ തന്നെ തലവേദന നിങ്ങൾക്ക് അറിയാം അല്ലേ? ഈ ചിറക്ക് ഞെരിച്ചാൻ്റെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകും. കോട്ടശ്ശേരി ചിലപ്പോൾ ഒരു 11 ആണ്ടിന് പള്ളിപ്പൊരി നേർച്ചടക്കാണ്. അന്ന് ഉച്ചാപത്തിന് എൻ്റെ തരിച്ചാൻ തുടങ്ങി. തരിച്ച പിന്നെ ഇപ്പൊ ഉമ്മാനൊക്കെ പറഞ്ഞപ്പോ തരിച്ചാണ്. അപ്പൊ പോലെ എന്താ നേർച്ചക്ക് ചോറും പറഞ്ഞേക്കാല പരിപാടിയല്ലേ. അതുപോലെ ഞാൻ പറഞ്ഞപ്പോ പോലെ പറഞ്ഞു എന്റെ അലാറം കേട്ടോ പള്ളിയിലായതുകൊണ്ടേ. അപ്പൊ ഓല് പറഞ്ഞു നേർച്ചക്ക് പോയിക്കോ. ഞാൻ പിന്നെ തലവേദന വലിയപ്പോ പിന്നെയും പറഞ്ഞു നേർച്ചക്ക് പോയിക്കോ. അപ്പൊ ഞാൻ പിന്നെ തലവേദന പറഞ്ഞിട്ട് അവസാനം ഞാൻ കടന്നു. അതുപോലെ പോയി ഞാൻ വെറുതെ എന്താണെന്ന് അറിയില്ല ഞാൻ കടന്നു. ഞാൻ പെട്ടെന്ന് തരിച്ചിങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ ഒന്ന് വെള്ളം പാറും തരിപ്പ് വേണ്ടിയിട്ട്. പിന്നെ ഒക്കെ പാടാൻ സാധിച്ചു. എന്നിട്ട് അവസാനം എന്നെ ഏറ്റി കൊണ്ടിരിക്കുകയാണ്. അംസന്റെ ആ സ്ട്രെച്ചർ 2 ദിവസം കിടന്നു. ഇതൊക്കെ വർഷങ്ങൾ നടക്കുകയാണ്. അംസ ഡോക്ടർ അവിടെ 2 ദിവസം കിടക്കുക. അപ്പൊ അയാൾ പറയും പ്രഷർ പറഞ്ഞപ്പോൾ ഉപ്പ് വാരിക്കുന്നു. അതൊന്നല്ല. പിന്നെ മീരിങ്കോയ സൂര്യന്റെ ഇടക്ക് പോകും ഗ്ലൂക്കോസ് തടഞ്ഞു. പിന്നെ ദർശക്ക് എത്തിയപ്പോഴും ഇതേ അവസ്ഥ. ദർശക്ക് എത്തിയപ്പോൾ 2 മാസം കൂടെ ഒരിക്കലും എന്താണ് ഇന്നെ കൊണ്ടുപോകും. പുസ്തകനെ എന്താ സാധനം അറിയില്ല. പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ഒരു ദിവസം അവിടെ ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2ാമത് വീണ്ടും ഛർദ്ദിച്ച. ബിരിയാണി ഉള്ള ദിവസമാണ് ഛർദ്ദിച്ചത്. സങ്കടമാണ്. അന്ന് ഉച്ചക്ക് എവിടെ കൊണ്ടുപോയി മാനു മെമ്മർ ഹോസ്പിറ്റൽ കൊണ്ട് അയാൾ സർട്ടിഫിക്കറ്റ് മൈഗ്രീൻ എന്ന് സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെ പെരിന്തൽമണ്ണ ഈ MES പോയി. MESന് അയാൾ എന്ത് തന്നു? MESന് അയാൾ പറഞ്ഞത് ഒരിക്കലും മാറൂലായിരുന്നു. ഒരിക്കലും മാറൂല. 3 മാസം എന്ത് മരുന്ന് തരാം. നിങ്ങൾ എന്ത് കാട്ടണം? സ്ക്രീൻ നോക്കരുത്. രാത്രി ഒരിക്കലും സ്ക്രീൻ നോക്കരുത്. പിന്നെ എന്ത് ചെയ്തു? ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്. കൃത്യമായിട്ട് ഉറങ്ങണം. ഈ പറഞ്ഞ 3 ഞാൻ നോക്കിയിട്ട് മാറുന്നില്ല. അങ്ങനെ ഒരു ഡോക്ടർ അമിത് ജാക്കബ് എന്ന് പറഞ്ഞ ENTന്റെ ഇന്നത്തെ തലവൻ എന്നോട് പറഞ്ഞ് മാറൂല എന്ന് പറഞ്ഞു. ആ സാധനക്കുമ്പോൾ ഞാൻ അമീസ്ഥാൻ വരുന്നത്. അങ്ങനെ അമീസ്ഥാൻ ആദ്യം പറഞ്ഞു മുപ്പരച്ചൊരു എണ്ണ ഓയിലൊന്നും ചാമിത്തലും എന്ന് പറഞ്ഞു. പിന്നെ എന്ത് തന്നു? ലിബഗൈൻ്റെ ഒരു സാധനം ഇല്ലേ 15 ഉപ്പ് അടിച്ചു പറഞ്ഞില്ലേ അത്. ആ സാധനം ഞാൻ കുടിച്ചു. അന്ന് രാത്രി ഭയങ്കര എനർജി. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയാണ് സാധനം. ഇത് കുടിച്ചിട്ടാണ് എന്ത് കിട്ടിക്കുന്നത്? ഒരു എനർജി എന്ന് പറയാൻ ഇച്ച് ഡോക്ടർ മാറൂല സാധനം മാറിയ സാധനമാണ് എന്ത് ഈ പറഞ്ഞ ലിവഗൈന് ഇമ്മ്യൂണിറ്റി. അത്രയും പവറിൽ സാധനം. പ്രൊഡക്റ്റ് മോശമാണ് ഞാൻ പറയോ? ഞാൻ പറയില്ല. മോശമല്ല. കാരണം അതിനെന്തുണ്ട്? ആയുധ സർട്ടിഫിക്കറ്റ് സാധനം. പിന്നെ നമ്മൾ പറഞ്ഞു വിജയിച്ച ആളുകളുണ്ട്. ഇതിന് വിജയിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ സിസ്റ്റം പഠിച്ചെന്തൊരു പണിയുണ്ടോ? ഇല്ല. സാധനം വാങ്ങാൻ എന്ത് കൊടുക്കുക? നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ കോമൺ എഡ്യൂക്കേഷൻ നമുക്ക് പഠിച്ചാൽ എന്തുണ്ട്? ക്ലാസ് റൂമും കാര്യങ്ങളുണ്ട്. പിന്നെ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വലിയ കുലപതിയാണ് ആര്? ഇതിന്റെ നേതാക്കന്മാര്. പിന്നെ അട്രാക്റ്റീവ് പ്ലാൻ. ഞാൻ പറഞ്ഞ പ്ലാൻ എനിക്ക് മനസ്സിലാവാത്തുണ്ടോ? ഫസിലത്താത്ത എന്ത് കാട്ടി? ഒരാളെ കൊണ്ടുവരണം. നിങ്ങളെ കീഴിൽ ഐഡിയ എടുത്തു. നിങ്ങൾ ഒരാളെ കൊണ്ടുവരണം. ആരെ കൊണ്ടുവരണം? താത്താനെ കൊണ്ടുവരണം. ഇപ്പുറത്ത് താത്താനെ കൊണ്ടുവരണം. ഓല് എന്ത് കാട്ടി? കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം ആർക്ക് കിട്ടും? നിങ്ങൾ 2 മാച്ച് ചെയ്ത് എത്ര കിട്ടും? നിങ്ങൾക്ക് കിട്ടും. ഓല് 2 10,000 കച്ചവടം ചെയ്തു. സ്റ്റോപ്പ് പോയി സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് എത്ര കിട്ടും? 1200 റുപ്യ കിട്ടും. അങ്ങനെ ഓല് ഇങ്ങനെ വികസിച്ച് കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് കച്ചവടം നിങ്ങൾക്ക് എത്ര കിട്ടും? 12,000 റുപ്യ കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലാതെ കുഴപ്പമുണ്ടോ? ആണ്. ഇതാണ് സുഖമായിട്ട് എന്തുണ്ട്? ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു സ്കൂൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ന്യൂ ലൈഫ് സ്കൂള് വലിയ സ്കൂളാണ്, സ്കൂളാണ് കാര്യമില്ലല്ലോ. എന്ത് വേണം? അതിന് സർട്ടിഫിക്കറ്റ് കിട്ടണ്ട. ഇന്ന സ്പോർട്സിൽ ഇതിനൊക്കെ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടണ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പ്രൗഡ് മെമ്പർ ഓഫ് ഫിക്കി എന്ന് പറഞ്ഞ ലോകത്തൊരു സംഘടന ഉണ്ടാവുമല്ലോ. മഹല്ലിന് മൊത്തം ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ മൊത്തം ഈ ഡയറക്ട് സെല്ലിങ്ങിന് ഒരു എന്തുണ്ട്? ഒരു കമ്പനി. അതിൽ അംഗമാണ് ആര്? നമ്മുടെ കമ്പനി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഫെഡറേഷൻ അസോസിയേഷൻ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. ഇതൊക്കെ പറഞ്ഞൊരു കമ്പനീന്റെ പേരാണ് എന്ത്? MR ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആർക്കെല്ലാം മനസ്സിലാകത്തുണ്ടോ? പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്.
ഈ സാധനങ്ങൾ എന്ത് കാട്ടുക, നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയാം എടാ അല്ലെങ്കിൽ ഡി ഇങ്ങനെ സാധനം ഉണ്ട്. ഉദാഹരണം, ഒരു മരുഭൂമിയിൽ പൊട്ടിച്ചരിച്ച, അല്ലെ നമ്മൾ ഈ നാട് മൊത്തം എന്താണ്, വള്ളമല്ല, ചൂട് കൊണ്ട് വള്ളം വറ്റി വരണ്ട് കിടക്കാണ്. അപ്പൊ ഞാനെന്ത് കാട്ടി, കാട്ടുകൂടെ അങ്ങനെ പോയി വിചാരിച്ച, അല്ല ആ പാടത്ത് മണക്കാട് പാടത്ത് ഇങ്ങനെ പോയപ്പോ തെളിഞ്ഞൊരു കുളം കണ്ടു. ഞാൻ നല്ലോണം കുടിച്ചപ്പോ ചില ടേസ്റ്റ് തോന്നി, ചില എനർജി കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു അവിച്ച് തോന്നാ ഇതല്ലെങ്കിൽ ദൗത്യം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു കുളം ഉണ്ട്, വള്ളം ഉണ്ട്, കുടിച്ചോളി എന്ന് പറഞ്ഞാൽ കുടിച്ചൂലേ. അപ്പൊ നിങ്ങൾക്കും തോന്നുക മകനക്കൊന്ന് കാട്ടി കൊടുക്കാൻ തോന്നുക, മകനക്കൊന്ന് വിലക്കൊന്ന് കാട്ടി കൊടുക്കാം. അങ്ങനെ കാട്ടി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണ് ഇത്. അപ്പൊ നമുക്ക് കിട്ടിയൊരു ആരോഗ്യത്തിന്റെ സാധനമാണ് ഈ പ്രൊഡക്റ്റുകൾ. അത് മറ്റവർക്ക് എത്തിച്ചു കൊടുക്കാന്ന് പറയും അല്ലെ. മുർസാന്റെ ഭാഷ പറഞ്ഞു, നബി പറഞ്ഞ എന്താണ്, എന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ. നിങ്ങൾക്ക് ഈ കവചപ്രാശത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ കഴിച്ചു, നിങ്ങൾക്ക് ഒന്നുകൂടെ എന്ത് കിട്ടി, ആരോഗ്യം കിട്ടി. പൈസന്റെ ഒരു കാര്യമല്ലോ, ആരും കിട്ടി. നിങ്ങൾ മറ്റു അയൽവാസിയോട് പറഞ്ഞു എടാ ഇങ്ങനെ സാധനം ഉണ്ട്, ഇത് കഴിച്ചാൽ നിർബന്ധിക്കണ ആവശ്യമല്ല, ഇങ്ങനെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തൂടെ. ആ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി എന്തെങ്കിലും എടുത്താൽ മതി. അത് എടുത്തു കഴിഞ്ഞാൽ കമ്പനി അതിന്റെ കമ്മീഷൻ, കമ്പനിക്ക് 60% പരസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ പൈസ കമ്പനി എന്ത് തരും, വീതം വെച്ചിട്ട് തരും. സന്തോഷത്തോടു കൂടി വീതം വെച്ച്, കമ്പനിക്ക് എന്താണ് കച്ചവടം കൂടുകയാണല്ലോ. അതാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കൂടുതലായി നമ്മളെ ഗസ്റ്റ് മുർസാനെ ക്ഷണിക്കുന്നു. നമുക്ക് ചായം